ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാം എന്ന് ഇനി ആരെങ്കിലും കരുതിയാൽ അവർക്ക് തെറ്റി. ഇനി അത്ര എളുപ്പം യൂട്യൂബിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. പലരും യൂട്യൂബിലേക്ക് വരുന്നത് വലിയ വലിയ ക്രിയേറ്റേഴ്സിൻ്റെ വരുമാനമൊക്കെ കണ്ടിട്ടാണ്. KL ബിജു ബ്രോ അങ്ങനെയൊക്കെ ഉള്ളവരെ കണ്ടിട്ടാണ് പലരും ഈ രംഗത്തേക്ക് ചേക്കേറുന്നത്. അപ്പോൾ പഴയതുപോലെ എളുപ്പത്തിൽ യൂട്യൂബിൽ നിന്ന് പണം കിട്ടില്ല എന്ന് പറഞ്ഞാൽ മോണിറ്റൈസേഷൻ്റെ നിബന്ധനകൾ യൂട്യൂബ് കർക്കശമാക്കി മാറ്റിയിരിക്കുന്നു. നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആകണമെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സ് വേണമെന്നായിരുന്നു നിബന്ധന. എന്ന് മാത്രമല്ല 4000 വാച്ച് അവേഴ്സ് ലോങ് വീഡിയോസിനാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ആവശ്യമായിരുന്നു. ഇനി അത് ഷോർട്സ് ആണെങ്കിൽ ഈ 4000 വാച്ച് അവേഴ്സിന് പകരം 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഉണ്ടാകണമായിരുന്നു. അപ്പോൾ ഈ പഴയ നിയമങ്ങൾ തന്നെ അത്രയും കർശനമായിരുന്നു. എന്ന് പറഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി എന്ന് മാത്രമല്ല, അതും മാത്രം പോരല്ലോ, അതിനപ്പുറത്ത് 4000 വാച്ച് അവേഴ്സ് ഉണ്ടാക്കണ്ടേ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇനി ഷോർട്സ് ആണെങ്കിൽ പോലും 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും ശരിക്കും ഒരു ബുദ്ധിമുട്ടേറിയ ഒരു പരിപാടിയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൻ്റെ ഇരുട്ടടി വരുന്നത്. ഇതൊക്കെ നേരെ അങ്ങോട്ട് ഇരട്ടിയാക്കി. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഏതായാലും അങ്ങനെ തന്നെ നിലനിർത്തി. അത്രയും ഒരു സൗമനസ്യം ക്രിയേറ്റേഴ്സിന് യൂട്യൂബ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സൗമനസ്യം എന്ന് പറഞ്ഞതുകൊണ്ട് യൂട്യൂബ് ഭയങ്കര ഉദാരമതിയാണ് എന്നൊന്നും വിചാരിക്കണ്ട. കാരണം ഈ സൗമനസ്യത്തിൻ്റെ മറവിൽ അപ്പുറത്ത് യൂട്യൂബ് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ കണ്ടു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും. കാരണം 4000 വാച്ച് അവർ ഒരു വർഷത്തിനുള്ളിൽ എന്ന് പറയുന്നത് നേരെ ഇരട്ടിയാക്കി 8000 വാച്ച് അവർ. ഇനി അതല്ല, ഷോർട്സ് വീഡിയോസിൽ കൂടെയാണ് ഒരാൾ മോണിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരത്തെ 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ ഷോർട്സിൻ്റെ വ്യൂസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഇപ്പോൾ അതും നേരെ ഇരട്ടിയാക്കി 90 ദിവസത്തിനുള്ളിൽ 20 മില്യൺ ഷോർട്ട് വീഡിയോ വ്യൂസ് ഉണ്ടാകണം മോണിറ്റൈസ് ആകാൻ. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ പറയില്ലേ, ഏതാണ്ട് അതുപോലുള്ള ഒരു സാഹചര്യമാണ്. ശരിക്കും BP ഉള്ളവർക്കൊക്കെ അത് കൂടിപ്പോകും. അപ്പോൾ പിന്നെ ആകെ കൂടിയുള്ള ഒരു താൽക്കാലിക ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഈ വ്യവസ്ഥകൾ 2027 ഫെബ്രുവരി 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. എന്ന് പറഞ്ഞാൽ 2027 ജാനുവരി 31 വരെ നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പഴയ നിയമങ്ങൾ മതി, പഴയ നിബന്ധന മതി. 1000 സബ്സ്ക്രൈബേഴ്സിന് കൂടാതെ 4000 വാച്ച് അവറോ അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ ഷോർട്ട് വീഡിയോസിൻ്റെ വ്യൂസോ മതി. പക്ഷേ ഫെബ്രുവരി 1 ആയാൽ കാര്യങ്ങൾ പാടെ മാറുകയാണ്. അപ്പം അതുകൊണ്ട് ഇനി യൂട്യൂബിലൊന്നും അധികം കളിക്കാൻ വരണ്ട. യൂട്യൂബ് പഴയ യൂട്യൂബൊന്നും അല്ല. അത്യാവശ്യം അഭ്യാസമൊക്കെ വേണം അവിടെ പിഴച്ചു പോകാനായിട്ട്. സർക്കസ് തന്നെ വേണ്ടിവരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.